ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്രയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി പദ്ധതി ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ തന്നെ നേരിട്ട് സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയിലേക്കും എത്തുകയും സർക്കാർ പദ്ധതികളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വികസിത് ഭാരത് സങ്കൽപ് യാത്രയെ രാജ്യമെമ്പാടും ആവേശപൂർവ്വമാണ് ജനങ്ങൾ സ്വീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 50 ദിവസം പിന്നിട്ട യാത്രയിൽ 11 കോടി ജനങ്ങൾ പങ്കുചേർന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ സ്വച്ഛ് മന്ദിർ ക്യാമ്പയിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിൽ ഈ മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ചാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ മാസം 14-ന് ആരംഭിക്കുന്ന പരിപാടി 22 വരെ തുടരും. നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പ് തല അവലോകന യോഗങ്ങൾ ഇന്ന് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് വ്യത്യസ്ത വകുപ്പുകളിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം വിളിക്കുന്നത്. വ്യത്യസ്ത വകുപ്പുകളിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാൻ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 20 യോഗങ്ങളാണ് 4 ദിവസങ്ങളിലായി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. കണ്ണൂർ ജില്ല കൌമാര കലാമേളയിൽ കിരീടം സ്വന്തമാക്കി. 952 പോയിന്റാണ് കണ്ണൂർ കരസ്ഥമാക്കിയത്. 949 പോയിന്റുമായി കോഴിക്കോട് രണ്ടാമതും 938 പോയിന്റോടെ പാലക്കാട് മൂന്നാമതും എത്തി. 23 വർഷത്തിനു ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരാകുന്നത്. സ്കൂളുകളുടെ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ 1ാം സ്ഥാനത്തെത്തി. വഴുതക്കാട് കാർമൽ സ്കൂളാണ് രണ്ടാമത്. KSRTCയിൽ 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. ഒറ്റ ഗഡുവായി എല്ലാ മാസവും 10ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരനായ RS ശശികുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മുഖ്യമന്ത്രിക്കും ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 18 അംഗങ്ങൾക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിലെ 11 പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ശിക്ഷയിൽ ഇളവ് അനുവദിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കി. ആംബുലൻസുകളുടെ ദുരുപയോഗം കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് മറ്റന്നാൾ മുതൽ ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. അനധികൃത സർവീസ്, അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അമിത വേഗത, അലക്ഷ്യമായ ഡ്രൈവിംഗ്, അനാവശ്യമായ ഹോൺ, സൈറൻ എന്നിവ ഉപയോഗിക്കുക, ഭൌതിക ശരീരം വഹിച്ചുകൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ സൈറൻ, ഹോൺ എന്നിവ ഉപയോഗിക്കുക, മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് വാഹനമോടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ ഇതിലൂടെ കണ്ടെത്തി നടപടി സ്വീകരിക്കും. വനിതകൾക്കും വനിതകളായി സ്വയം തിരിച്ചറിയുന്ന ട്രാൻസ്ജെൻഡറുകൾക്കും സിനിമാ സാങ്കേതിക പരിശീലനവുമായി കേരള നോളജ് ഇക്കണോമി മിഷൻ. പരിശീലനം പൂർണ്ണമായും സൌജന്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 6 മാസക്കാലത്തേക്ക് ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് സ്റ്റൈഫണ്ടും ലഭിക്കുന്നതാണ്. ആലപ്പുഴയിൽ നടന്ന കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ കലാശിച്ചു. 383 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന കേരളം 2 വിക്കറ്റിന് 72 റൺസ് എന്ന നിലയിൽ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. കേരളത്തിനെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയ അങ്കിത് രജ്പുത്താണ് മാൻ ഓഫ് ദി മാച്ച്. ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയ ഉത്തർപ്രദേശിന് 3 പോയിന്റും കേരളത്തിന് 1 പോയിന്റുമാണ് ലഭിച്ചത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളമാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. 6 കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. അഗസ്ത്യാർകൂടം സീസണൽ ട്രെക്കിംഗിന് സന്ദർശകർക്ക് അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ മാസം 24 മുതൽ മാർച്ച് 2 വരെ ആയിരിക്കും ഈ വർഷത്തെ ട്രെക്കിംഗ്. ഇതിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ മറ്റന്നാൾ മുതൽ ഒരു ദിവസം 70 പേർ എന്ന കണക്കിൽ ആരംഭിക്കും. പാലക്കാട് നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി BJPയിലെ പ്രമീള ശശിധരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 52 അംഗ ഭരണസമിതിയിൽ 28 വോട്ടുകൾ നേടിയാണ് പ്രമീള ശശിധരൻ വിജയിച്ചത്. ചെയർപേഴ്സണായിരുന്ന പ്രിയ അജയൻ കഴിഞ്ഞ മാസം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.